യുവമോർച്ച നേതാവ് നന്ദു കൂടി ചേരുകയാണ്. ശ്രീ നന്ദു, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതായത് മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിന്റെ വിജയാഘോഷം ഈ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലേക്കായിരിക്കുകയാണ്. നമുക്കറിയാലോ, ആകാശത്തോട്ട് വെടിപൊട്ടിക്കുകയും ബോംബ് എറിഞ്ഞുമൊക്കെയാണ് വിജയാഹ്ലാദം നടക്കുന്നത്. കെ സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് ബോംബ് വെച്ച് തകർത്ത് അവിടെ ജിഹാദികളുടെ വിജയാഹ്ലാദം നടക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നമുക്ക് ഒരു 4-5 ചോദ്യങ്ങളോ അതിനുള്ള ഉത്തരവൊക്കെ നമുക്ക് ഇതിനകത്ത് തരപ്പെടുമെന്ന് നോക്കാം, സമയം അനുവദിക്കുകയാണെങ്കിൽ. സുമേഷ്, രാജ്യം തന്നെ ഒരു അപകടാവസ്ഥയിലേക്ക് പോകാനുള്ള സൂചനയാണ് ഈ കാണുന്നത്. ബോംബ് മാത്രമായിരുന്നില്ല, 2 മിസൈലും 3 പാറ്റൻ ടാങ്കും ഈ ഒരു വഴി പാസ് ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കളിക്കില്ലേ? ആ ഒരു ബോംബ് മാത്രമായിരുന്നു പ്രിയ നേതാവ് സുരേന്ദ്രൻജിയുടെ പോസ്റ്ററിന് താഴെ അവർ ഇട്ട് പൊട്ടിച്ചത്. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. അപ്പൊ ഇതൊരു നാടൻ ബോംബ് ജിഹാദായിട്ടാണ് വിലയിരുത്താൻ പറ്റുന്നത്. കഷ്ടാട്ടോ, ചീപ്പായിട്ട് വർഗീയത പറയുന്നത്. എന്റെ പ്രിയ മിത്രങ്ങളോട് എല്ലാ ശാഖയിലോട്ടും എനിക്ക് പാസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ, പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഷൂ അല്ല, വടിയും നിക്കറും മറ്റ് സാമഗ്രികളുമായിട്ട് തയ്യാറായി തന്നെ ഇരിക്കുക, എന്തും സംഭവിക്കാം. വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായി. നാണം കിടന്നാൽ നമുക്ക് പുത്തിരിയൊന്നുമല്ലോ. അതേയുള്ള ആകെ ഒരു ആശ്വാസം. നീ പുതിയ നമ്പർ ഉണ്ടെങ്കിൽ ഇറക്ക്. ഇതൊക്കെ ഓൾഡ് ഐറ്റംസാ. വല്ല കാര്യണ്ടടാ, ഒരു കാര്യമില്ല. അതാണ്